കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഇന്നത്തെ കാലത്തില് നമ്മളെ മാതാപിതാക്കളെ ബഹുമാനിക്കുക. പ്രായമായി കഴിയുമ്പോൾ അച്ഛനമ്മമാരെ എല്ലാവരും എടുത്ത് പുറത്തു കളയുന്നു. അച്ഛനമ്മമാരോട് ആർക്കും ബഹുമാനമില്ല. വയസ്സായ വയോവൃദ്ധരെ നമ്മൾ ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരുന്നൊരു കാലയളവാണിത്. വയോവൃദ്ധരെ തിരിച്ചും നിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് മക്കൾക്കോ അവർക്ക് നിങ്ങൾ കടന്നു വന്ന വഴിയിലൂടെ ആയിരിക്കും നിങ്ങളുടെ മക്കൾ ഇപ്പൊ കടന്നു വരുന്നത്. അപ്പൊ ആ രീതിയിൽ മക്കൾ എന്താണ്, പൂർണ്ണമായിട്ട് അച്ഛനമ്മമാരെ ഒഴിവാക്കുക, അച്ഛനില്ലെങ്കിൽ അമ്മമാരെ ഒഴിവാക്കുക, അമ്മ ഇല്ലെങ്കിൽ അച്ഛന്മാരെ. അതേപോലെ തന്നെ തിരിച്ചും അവരെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ മാതാപിതാക്കൾ പെരുമാറുമ്പോൾ യുവാക്കൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ മക്കൾ എന്ത് ചെയ്യുന്നു, അച്ഛനമ്മമാരെ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇത്. അപ്പൊ രണ്ട് തരത്തിലും ആ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളില്ല. മിക്കവാറും വയോവൃദ്ധരെ എല്ലാവരും മാതാപിതാക്കളെ എല്ലാവരും ഓൾഡ് ഏജ് ഹോമിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ കൊണ്ടുചെന്നാക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. പണ്ട് കാലത്ത് മനുവിലും ഗരുഡപുരാണത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതാപിതാക്കളെ എല്ലാ ദിവസവും എഴുന്നേറ്റ ഉടനെ കാൽ തൊട്ട് വന്ദിക്കണം. ആരും ചെയ്യില്ല. കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു തമാശയായിട്ട് തോന്നും, ഇട്ട് കളഞ്ഞിട്ട് പോകും. പണ്ട് മാതാപിതാക്കളുടെ കാലകഴിച്ചൂട്ട് വരെ നടത്തുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. മാതാപിതാക്കളെ വന്ദിക്കുക വഴി അവരെ നമ്മൾ വേണ്ട രീതിയിൽ പ്രീതിപ്പെടുത്തുന്ന വഴി കുടുംബത്തിൽ ഏകതാബോധം വളരും. എല്ലാവരും ഒന്നാണ് എന്ന ബോധം വളരും. അത് ഈ വയോവൃദ്ധരും മക്കളോട് അതുപോലെ ചെയ്യണം കേട്ടോ. സ്നേഹബന്ധവും ഊട്ടിയുറപ്പിക്കപ്പെടുന്നു. മുത്തശ്ശനും മുത്തശ്ശിമാരൊക്കെയുള്ള കുടുംബത്തിൽ അവരെ നമ്മൾ ബഹുമാനിക്കുകയും അവരെ നമ്മൾ വേണ്ട രീതിയിൽ പരിപാലിക്കുകയും അവരോട് നല്ല വാക്കുകൾ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മക്കളും അത് കണ്ട് അടുത്ത തലമുറയെ അത് കണ്ടാണ് വളരുക. അപ്പൊ അടുത്ത തലമുറ കണ്ട് വളരുന്നതിനോടൊപ്പം തന്നെ ഇവർക്കും ആ മനസ്സിൽ ആ ബോധം കൂട്ടിയുറപ്പിക്കാൻ പറ്റും. അങ്ങനെ പരസ്പര ബന്ധവും ഐക്യവും ദൃഢതയും ഉണ്ടാകും. അത്തരത്തിലുള്ള ഭവനങ്ങളിൽ നിന്ന് കലി അല്ലെങ്കിൽ ഈ ഐശ്വര്യക്കേട് പുറത്തു പോകും. അവരെ വേണ്ട രീതിയിൽ നമ്മൾ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ദിവസവും കാലത്ത് എഴുന്നേറ്റാൽ ഉടനെ മാതാപിതാക്കളുടെ കാല് തൊട്ട് വന്ദിക്കാൻ നിങ്ങൾക്ക് നാണക്കേടാണെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും അവരുടെ കാലുകൾ തൊട്ട് നമ്മൾ വന്ദിക്കുക എന്നുള്ളതാണ് വിശ്വാസ പ്രമാണങ്ങൾ. ആ രീതി തുടർന്നുകൊണ്ട് പോരുന്ന വീടുകളും നാടുകളും ആളുകളും ഒക്കെ ഉണ്ട്. ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നവർക്ക് അതിൻ്റെതായ രീതികളും ഗുണങ്ങളൊക്കെ കിട്ടാറുണ്ട്. അതായത് അവർ നമുക്ക് വേണ്ടി ചെയ്ത സേവനത്തെ, ഇത്രയും വർഷം നമ്മളെ പരിപാലിച്ച് ഊട്ടി ഉണർത്തി പരിപാലിച്ച് ഭക്ഷണം തന്ന് വളർത്തി ഉണ്ടാക്കിയ സേവനത്തെ അനുസ്മരിക്കലാണ് കാൽ തൊട്ട് വന്ദിക്കലിലൂടെ നാം നിർവഹിക്കുന്നത്. അപ്പൊ പകരം അവരുടെ അനുഗ്രഹത്തെയാണ്. അപ്പൊ നമ്മൾ പോയി അവരുടെ കാല് പിടിച്ച് തൊട്ട് തൊഴുത് നമുക്ക് അനുഗ്രഹം വേണം സാധിച്ചില്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ അവരോട് അനുഗ്രഹം വാങ്ങിക്കുക. ഇത്രയും കാലം നമ്മളെ പരിപോഷിപ്പിച്ച് അതിന് പകരം അവരെ ചീത്ത പറഞ്ഞ് തെറി പറഞ്ഞ് ധിക്കാരം പറഞ്ഞ് അവരെ പിടിച്ച് പുറത്തേക്ക് കളഞ്ഞ് തള്ളിക്കളയുന്ന ഒരു സമൂഹം, ഒരു അവസ്ഥ നമ്മൾ വരുത്തരുത്. അത് നമ്മളിൽ ഒരുപാട് ദോഷങ്ങളും നമ്മളിൽ ഒരുപാട് ഐശ്വര്യക്കേടുകളും ഉണ്ടാക്കും. നമ്മൾ എന്ത് ചെയ്താലും ജീവിതത്തിൽ വിജയിക്കാത്തൊരവസ്ഥയിലേക്ക് വരും. ശരിക്കും പറഞ്ഞാല് ആ മാതാപിതാക്കളെ കാൽ തൊട്ട് വന്ദിക്കുന്നത് നമുക്ക് ഇപ്പൊ അച്ഛനമ്മമാര് നാട്ടിലും മക്കള് വിദേശത്തും ആണെങ്കിൽ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നമുക്ക് അച്ഛനമ്മ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ അച്ഛനെയും അമ്മയും മനസ്സിൽ വിചാരിച്ചിട്ട് ഇതാ ഞാൻ നിങ്ങളുടെ പാദം തൊട്ട് ഞാൻ നമസ്കരിച്ചിരിക്കുന്നു, ആ പാതാരവിന്ദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു, ഇത്രയും കാലം എന്നെ പോറ്റി വളർത്തിയതിനും എനിക്ക് ഇത്രയും കാലം എനിക്ക് വേണ്ട രീതിയിൽ എൻ്റെ കൂടെ നിന്നതിനും എല്ലാം ഞാൻ നിങ്ങൾക്ക്. അതിന് പകരം അച്ഛനെയും അമ്മയും വിളിച്ചിട്ട് ഇറങ്ങിപ്പോ, എവിടെയെങ്കിലും പോയി ചത്തൂടെ, ഏതാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു തലമുറയായി നമ്മൾ മാറാതെ നമ്മൾ എന്ത് ചെയ്യുന്നോ അത് നമ്മുടെ മക്കളും അത് പരിപാലിച്ച് അതുപോലെ തന്നെ കണ്ടു വളരും. അപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ അതേ രീതിയിൽ തന്നെ ഊട്ടി വളർത്തി അവരെ പരിപോഷിപ്പിച്ച് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് പദാരവിന്ദങ്ങൾ തൊട്ട് നമസ്കരിച്ച് നമ്മൾ അവരെ ഒരു നല്ല തലമുറയായിട്ട് വളരുന്നതിനും നമ്മുടെ കുടുംബത്തിലുള്ള കലി ഇറങ്ങിപ്പോകുന്നതിനും നമ്മൾ എന്ത് ചെയ്യണം, അവസരങ്ങൾ ഒരുക്കണം. മാതാപിതാക്കളെ എല്ലാ ദിവസവും കാൽ തൊട്ട് വന്ദിച്ച് നമ്മളിലേക്ക് ഐശ്വര്യവും നമ്മുടെ കുടുംബത്തിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാക്കണം. അതുപോലെ തന്നെ വയോവൃദ്ധര് തങ്ങളുടെ മക്കൾക്കും സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നതിന് വേണ്ടി മനസ്സുകൊണ്ട് അവരോട് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സുകൊണ്ട് അവരോട് നിങ്ങൾ സന്തോഷവും ഒരു ഐശ്വര്യപൂർണമായ ഒരു ജീവിതം അവർക്ക് അനുഗ്രഹിച്ചു കൊടുക്കണം. അല്ലാതെ അവരെ ചീത്തയും തെറിയും ധിക്കാരും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവർ നിങ്ങളുടെ കാൽ തൊട്ട് വന്ദിക്കാൻ ചിലപ്പോൾ തൃപ്തി കാണിക്കില്ല. അതല്ലാതെ വിട്ടുവീഴ്ച മനോഭാവം രണ്ടു കൂട്ടത്തിൽ നിന്നും, ഒപ്പം തന്നെ ഇനി പ്രായമായവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ദോഷാധിക്യം ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ തലമുറ എന്ത് ചെയ്യണം, അവരുടെ കാൽ തൊട്ട് വന്ദിക്കുകയും തൊട്ട് വന്ദിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും മാറി നിന്നിട്ടായാലും മനസ്സുകൊണ്ട് നിങ്ങൾ തൊട്ട് വന്ദിച്ച് നിങ്ങൾ പദാരവിന്ദങ്ങളിൽ അർപ്പിക്കേണ്ടത് നല്ലതാണ്. നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും നിങ്ങളുടെ ഉയർന്ന ജീവിതത്തിനും ഉയർച്ചയ്ക്കും ഐശ്വര്യത്തിനും അനുഗ്രഹത്തിനും അത് വളരെ അത്യാവശ്യമാണ്.